നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ? നോക്കാം ആരാണ് ആദ്യം ഹാങ് ഔട്ടിലെത്തുക. Okay, everybody get set. എടോ, തനിക്ക് ചാവണമെങ്കിൽ വല്ല കുളത്തിലും ചാടി ചത്തൂടെ? നിനക്കൊന്ന് പറഞ്ഞു ബ്രേക്ക് ഇടായിരുന്നില്ലേ? സോറി ഫ്രണ്ട്സ്. അല്ല ഭീംസിംഗ് അങ്കിൾ, നിങ്ങൾ എവിടുന്നാ വരുന്നത്? നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. ശിവ, നീ എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ഞാനിത് എവിടെയാ? ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എവിടെ പോയി? ഭീംസിംഗ് അങ്കിൾ, നിങ്ങളൊന്ന് നോർമൽ ആവോ? റോട്ടില് ബോധമില്ലാതെ നടക്കുന്ന പോലെ തോന്നിയത്. അതായത് ചുറ്റുവട്ടം എന്ത് നടക്കുന്ന പോലെ നിങ്ങൾ അറിയുന്നില്ല. എന്താ പറഞ്ഞ? എന്റെ കാശ് എവിടെ പോയി? ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എവിടെ പോയി? ഒന്ന് ഓർക്കാൻ ശ്രമിക്കൂ, ശരിക്കും സംഭവിച്ചത് എന്താണ്? അത് പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഒരു ഓട്ടോയിൽ കയറിയതിനു ശേഷം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു ഓർമ്മയില്ല ശിവ. ഭീംസിംഗ്, ഇത് എത്ര നേരം മുമ്പ് സംഭവിച്ചതാ? എനിക്കതും ഓർമ്മയില്ല. എത്ര മണിക്കാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഞാൻ ഓട്ടോ പിടിച്ചതെന്ന്. ഇതുവഴി ഓട്ടോ പോകുന്നതൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ. ശരി, ചിലപ്പോ ഹൈവേയിൽ കാണാൻ പറ്റുമായിരിക്കും. നിങ്ങൾ ഈ ഭീംസിംഗിനെ കൊണ്ട് വേഗം സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് ചെന്ന് ഒന്ന് പരിശോധിക്കൂ. കുറെ നേരമായി ഈ ഓട്ടോ ഇവിടെ നിൽക്കുന്നു. ഒന്ന് ചെന്ന് ചെക്ക് ചെയ്ത് കളയാം. ഇതെങ്കിലും കിട്ടിയല്ലോ. എന്താ അങ്കിൾ, സുഖാണോ? മര്യാദയ്ക്ക് ആ പേഴ്സ് തന്നേക്കൂ, അത് ഭീംസിംഗിന്റെതാണ്. കുട്ടി പോയി നിന്റെ പണി നോക്ക്. കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. നിന്നെ ഞാൻ സൈക്കിളിന്റെ മുകളിൽ ഇരുന്ന് എന്നെ ഇങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ സൈക്കിളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് എന്നെ അടിക്ക്. നീ സൈക്കിളിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നു. ഇനി എനിക്ക് അടി മേടിക്കാൻ വയ്യ. സോറി ശിവ, എനിക്കിനി സമയമില്ല. ഞാൻ സ്ഥലം വിടട്ടെ. എന്റെ പരിധിയിൽ മോഷണമോ? ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ. ചിലപ്പോ ആ കള്ളൻ പുതിയതായിട്ട് വന്നായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ മോഷ്ടിക്കാൻ തുടങ്ങിയത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹലോ, ലഡ്ഡു സിംഗ് ആണ് സംസാരിക്കുന്നത്. എന്താ പറഞ്ഞ? നിങ്ങളെ ഓട്ടോക്കാരൻ പറ്റിച്ചോന്നോ?
നിങ്ങളെയും ഒരു ഓട്ടോ ഡ്രൈവർ പറ്റിച്ച സാധനങ്ങൾ കൊണ്ടുപോയിന്നോ? എന്ത് നിങ്ങളെയും ഒരു ഓട്ടോ ഡ്രൈവർ പറ്റിച്ച സാധനങ്ങൾ കൊണ്ടുപോയിന്നോ? നിങ്ങളുടെ ഏരിയയിലും ഒരു ഓട്ടോ ഡ്രൈവർ നിങ്ങളെ പറ്റിച്ചെന്നോ? അത് പിന്നെ ശിവ ഈ നഗരം മുഴുവനും ഓട്ടോ ഡ്രൈവേഴ്സിനെ കൊണ്ട് വലിയ ശല്യം അയക്കണമല്ലോ. എന്തേലും ചെയ്യണം. ശിവ, നമുക്കൊരു കാര്യം ചെയ്താലോ? വേഷം മാറി നഗരം മുഴുവനും ചുറ്റി ഓട്ടോക്കാരെ പിടിച്ചാലോ? ഇത് നല്ല ഐഡിയ. നോ 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 നോ. നിങ്ങളിങ്ങനെ വേഷം മാറി നടക്കേണ്ട ഒരു കാര്യമില്ല. ഈ ഒരു കാര്യത്തിൽ എന്നെ വെല്ലാൻ ഇവിടെ ആരുമില്ല. നോക്കിക്കോ എന്റെ ഐഡിയ എങ്ങനെ ഉണ്ടെന്ന്. ഹലോ. ഓ ചൂട് ചായ. എനിക്ക് പൊള്ളി. ഈ ഓട്ടോ സിംഗ് ശരിക്കും ഒരു കിങ്ങ. ഒരു കുട്ടിയുടെ തല്ലും മേടിച്ച് വന്നിരിക്കുന്നു. ആണോ ഇല്ലോടെ തനിക്ക്? ഒരു കുട്ടിയുടെ തല്ല്. അതെ ബോസ്, ഇവനൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ചിട്ട് വന്നിരിക്കുന്നു. നാണമില്ലാത്തവൻ. കേസു, അവൻ എത്ര പ്രായം കാണുവേടോ? അവൻ നിന്നെ പിടിച്ച് തല്ലിയവനല്ലേ? ചിലപ്പോ അവന് 2 വയസ്സ് കാണും. എന്ത് 2 വയസ്സോ? അല്ല, ഒരു 4 വയസ്സ്. എന്ത് 4 വയസ്സോ? എന്തുവാ പറയുന്നേ? ചിലപ്പോ 9 10 ആയിരിക്കും. എടോ സൂക്കു, താൻ ഈ പറയുന്നത് കേട്ടിട്ടേ വല്ലാത്ത നാണക്കേട് തോന്നുന്നു. 10 വയസ്സുകാരന്റെ തല്ലും മേടിച്ചു വന്ന് നിക്കണ്. അവരെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഈ കൈ കൊണ്ട് ഉറുമ്പ് ഞെരിക്കുന്നത് പോലെ ഞെരിച്ചേനെ. പിന്നെ എന്റെ പേര് കേട്ട് അവൻ ഞെട്ടി വിറയ്ക്കും. ബോസ്, അവൻ കാഴ്ചക്ക് ചെറുതാണെന്നേ ഉള്ളൂ. കുട്ടിയെന്ന് വിളിച്ചാലേ അവന് പെട്ടെന്ന് അരിശം കയറി അവൻ തലങ്ങും വിലങ്ങും അടിക്കും. അവനെ നേരിട്ട് കാണുമ്പോഴേ വിവരം അറിയൂ. ഓട്ടോ ഓട്ടോ ഓട്ടോ. ഓട്ടോ ഡ്രൈവർ, ആ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് വരുന്ന ചെല്ല്. എന്തായാലും ഓട്ടോയിൽ കേറി. ഇനി ആ കള്ളൻ ഓട്ടോ ഡ്രൈവർ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവനോട് ചോദിച്ചാ ചിലപ്പോ വല്ല വിവരം കിട്ടും. എന്നാ ചോദിക്കാം. ഹലോ ഓട്ടോ ഡ്രൈവറെ, നിങ്ങളെ വേദ സിറ്റിയിൽ എത്ര കാലമായി ഓട്ടോ ഓടിക്കുന്നു? ഒരുപാട് വർഷമായിട്ട് ഞാനിവിടെ ഉണ്ട്. ഇപ്പൊ ഈ നഗരം എനിക്ക് എന്റെ സ്വന്തം വീട് പോലെയാ. അങ്ങനെയാണെങ്കിൽ തനിക്ക് എന്നെ ശരിക്കും അറിയാൻ പറ്റുമല്ലോ. തനിക്ക് എന്നെ മനസ്സിലായോ? ക്ഷമിക്കണം സാറേ, ദിവസം എന്റെ ഓട്ടോയില് ഒരുപാട് പേര് കയറി ഇറങ്ങാറുണ്ട്. എല്ലാവരും അങ്ങനെ ഓർമ്മിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യ. എന്നാലും സാറിന്റെ മുഖം കണ്ടിട്ട് എവിടെയോ കണ്ടു മറന്നത് പോലുണ്ട്. എന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്റെ ഗെറ്റപ്പ് കണ്ട ആർക്ക് തിരിച്ചറിയാനാ? ഞാനാണ് ഫേമസ് ഇൻസ്പെക്ടർ ലട്ടു സിംഗ്. താനിത് ആരോടും പറയല്ലേ. ഞാൻ ഈ നഗരത്തിലെ കള്ളന്മാരായ ഓട്ടോ ഗ്യാങ് ഡ്രൈവേഴ്സിനെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുക. ഇപ്പൊ അവന്മാര് കാരണം ഭയങ്കര ശല്യ. അവരെ കുറിച്ച് താനും എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ട് സാറേ, കേട്ടിട്ടുണ്ട്. അവരെന്താ ചെയ്യണെന്ന് സാറിന് അറിയോ? എന്നാ പറ കേക്കട്ടെ, അവരെന്താ ചെയ്യാറെന്ന് പറ. ആ ഓട്ടോ ഡ്രൈവേഴ്സ് ഒക്കെ അവരുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ആരുമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവരും. അതായത് ദേ ഞാനിപ്പൊ നിങ്ങളെ കൊണ്ടുവന്ന ഈ സ്ഥലം പോലെ. നീ പറയുന്നത് നേരാണോ? പിന്നെ അയാളൊരു ബട്ടൺ ഞെക്കും സാറേ. ഏത് ബട്ടനാ? അത് ഏത് ബട്ടനാന്ന് എനിക്കൊന്ന് കാണിച്ചു താ, ഞാൻ കാണണം. ദേ ഈ ബട്ടൺ. പിന്നെ ഓട്ടോയുടെ മീറ്ററിൽ നിന്നും പെട്ടെന്ന് പുക വരാൻ തുടങ്ങും. ഞങ്ങൾ വേഗം ഒരു മാസ്ക് എടുത്ത് മുഖത്ത്. സൂപ്പർ ഐഡിയ. മീറ്ററിനകത്ത് പുക വരുന്നോ? എനിക്കെന്തോ തല കറങ്ങുന്നത് പോലെ. അതിന്റെ അർത്ഥം താനും എന്നെ പറ്റിച്ചു. ഞാനിതിപ്പോ എവിടെയാ? എന്റെ തല ചുറ്റുന്നുണ്ടല്ലോ. ഞാനിത് ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? എന്റെ ഡ്രസ്സൊക്കെ എവിടെ പോയി? എന്റെ പേഴ്സും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ആ ഓട്ടോ ഡ്രൈവറാവും എന്റെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടാവുക. പോലീസ്! ഒരു ഓട്ടോ ഡ്രൈവർ എന്നെ തിരക്ക്. എന്തായാലും പോയി നോക്കാം. ലഡു സിംഗ് സർ, ഇത് എന്ത് പറ്റി? നിങ്ങളെന്താ ഇങ്ങനത്തെ അവസ്ഥയിലായത്? ശിവ,
ശിവ എന്നെ പറ്റിച്ചു. ഞാൻ ആകെ തരിപ്പണമായി. ഡോണ്ട് വെറി ലഡു സിംഗ് സർ, ഞാൻ നിങ്ങൾ ചെയ്യാം. മുത്തശ്ശന്റെ സഹായം ആവശ്യപ്പെടാം. സാറേ, ഓട്ടോ ആവശ്യമുണ്ടോ? ആ, ആട്ടോ ആവശ്യമുണ്ട്. കൂട്ടുകാരെ, ഒന്ന് ശ്രദ്ധിക്കൂ. മുത്തശ്ശൻ ഓട്ടോയിൽ കയറിയിരുന്നു. ഇന്ന് അവനെ പിടിക്കും ആ കാട്ടുകള്ളനെ, ഞാനാ കള്ളനെ പിടിക്കും. ഇന്ന് തീർച്ചയായും പിടിക്കും ആ കള്ളനെ. ഇയാളുടെ പാട്ട് കേട്ട് ഇയാൾക്ക് പകരം ഞാൻ ബോധം കെട്ടു. ഇനി അവന് രക്ഷയില്ല. വീടിച്ചോ ഏതാ വീടിച്ചോ. ശിവ ശിവ, തല ചുറ്റുന്നടാ. ശിവ ശിവ. അതി, എല്ലാരും റെഡി ആയിക്കോ. മുത്തശ്ശൻ കേറിയ ഓട്ടോ വേദാസ് ബാങ്കിന്റെ വഴിയിൽ കൂടി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുപോലെ മുത്തശ്ശൻ മയങ്ങി കിടക്കാണ്. ശിവ, നീ വിഷമിക്കണ്ട, ഞാൻ ഇവിടെ തന്നെയുള്ളു. ഇപ്പൊ ഒരു ഓട്ടോ ദേ എന്റെ നേർക്ക് വന്നോണ്ടിരിക്കുക. ഈ പിള്ളേര് റോട്ടിലെന്താ ചെയ്യുന്നേ? ഇനി ആ കുട്ടിയുടെ കാര്യമായിരിക്കോ സൂക്ക് എന്നോട് പറഞ്ഞത്? യുഡി, ആ ഓട്ടോ ഡ്രൈവർ നിന്റെ നേരെയാ വരുന്നത്. അതെ ശിവ, അയാള് വരുന്നുണ്ട്. നീ വേഗം വാ. ചിലപ്പോ അത് ഏലിയനാണെങ്കി ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ ഒരു കാര്യം. ഡ്രൈവർ, നീ ശ്രദ്ധിച്ചിരിക്കേ, ഓട്ടോക്കാരൻ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത് കുട്ടികളാണോ, കുട്ടികളുടെ പോലീസ് പട്ടാളമാണോ? ചിലപ്പോ പോലീസും ഇവരുടെ പുറകെ കാണും. പക്ഷേ ഇവറ്റകൾക്ക് എന്നെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ഈ ആട്ടോ സിംഗ് ശരിക്കും ഒരു കിങ് ആണ്. രേവ, നിങ്ങൾ എത്രയും പെട്ടെന്ന് മുത്തശ്ശനെ ഏൽപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഈ കുട്ടി ശരിക്കും ഒരു തലവേദന പിടിച്ചതാണല്ലോ. യവൻ എന്റെ പുറകെ വരുവാ. ഈ ആട്ടോ സിംഗ് ശരിക്കൊരു കിങ് ആണ്. ഇതാണ് എന്റെ ഓട്ടോ റിംഗ്. ഇതിനകത്ത് എന്റെ ശത്രുക്കള് വന്നാല് മിസ്സിങ്. കുട്ടി, നീയും മിസ്സിങ് ആവും. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ആ ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
പിടിച്ച് നോക്കി നിക്കണത്? ഈ ചെറുക്കനെ പിടിച്ച് നല്ലോണം കൊടുത്ത് പരത്ത്, അവനടിച്ച് പൊട്ടിക്ക്. നമ്മൾ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നമുക്ക് വേഗം പോയി ശിവയെ സഹായിക്കാം. വരൂ. പേടിച്ചോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മുത്തശ്ശനോട് ഏറ്റുമുട്ടണം എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നേരെ വരിക. മുത്തശ്ശ തുടങ്ങിക്കോളൂ. നിർത്തൂ, മതിയാക്കൂ. അമ്മവ മതിയാക്കാൻ പറ. ഈ ആട്ടോ സിംഗ് ഒരിക്കലും കിങ് അല്ല. ശിവയാണ് കിങ്. ഓട്ടോ ചേട്ടാ, എന്റെ മുത്തശ്ശന്റെ രാഗം ഒന്ന് കേൾക്കൂ പ്ലീസ്. ശിവയുടെ തല്ല് മേടിക്കുന്നതിനേക്കാളും പാട്ട് കേൾക്കുന്നതായിരിക്കും നല്ലത്. എന്നെ ആരെങ്കിലും ഒന്നൊന്ന് പിടിക്ക. വലിയൊരു ബോംബ് ബ്ലാസ്റ്റ് ആണ്. ഇനിയെങ്ങാനും എന്റെ പരിധിയിൽ നീ മോഷ്ടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അപ്പ പാടി തുടങ്ങിയാ പിന്നെ നീ ഒരു 100 കിലോമീറ്റർ ദൂരെ പറന്ന് നിന്റെ പൊടി പോലും കാണില്ല. മനസ്സിലായോ മൊട്ടെ?